പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള തെറ്റുകൾ തിരുത്താനുള്ള കറക്ഷൻ വിൻഡോ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. മൊബൈലിലാണ് ഇവിടെ കറക്ഷൻ വരുത്തുന്നത്. 12/7/2023 വരെയാണ് മാറ്റങ്ങൾ വരുത്താനുള്ള അവസരം നൽകിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഈ കാണുന്ന ലോഗിൻ എന്ന ഐക്കണിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. പിന്നീട് എത്തുന്ന പേജിൽ ആപ്ലിക്കേഷൻ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ രജിസ്റ്റർ നമ്പറും അതുപോലെ പാസ്വേഡും വെരിഫിക്കേഷൻ കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് നൽകി ലോഗിൻ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. പിന്നീട് നിങ്ങൾ ഇങ്ങനെയൊരു പേജിലേക്ക് എത്തും. ഇവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നൊരു ലിങ്ക് കാണാം, അതിൽ പ്രസ് ചെയ്യുക. ഈ ഒരു വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്ന് കാണുന്നുണ്ട്. പക്ഷേ റിമാർക്സിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തത് റെഡിയല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് റെഡിയായിട്ടുള്ളത് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി പഴയ പേജിലേക്ക് തന്നെ പോകണം. അതിനുവേണ്ടി ഹോം എന്ന ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യുക. ഇവിടെ ആക്സെപ്റ്റഡ് ഡാറ്റ എന്നൊരു ലിങ്ക് കാണാം, അതിൽ പ്രസ് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ വിദ്യാർത്ഥി നൽകിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഡാറ്റകളും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. എല്ലാം ശരിയാണോ എന്നുള്ള കാര്യം ഒന്നുകൂടി നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് +1 ആൻഡ് +2 ഓരോ സബ്ജക്റ്റിലും ഓരോ വർഷത്തിലും ലഭിച്ച സ്കോർ ശരിയാണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പരിശോധിക്കണം. നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജിൽ ലഭിച്ച സ്കോർ സാധാരണ ഇവിടെ കാണിക്കാറില്ല. പക്ഷേ ടോട്ടൽ 1200-ൽ 2 വർഷവും കൂടി 1200-ൽ എത്ര ലഭിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കാണിക്കും. ഇനി താഴെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകാനുള്ള ലിങ്കുകൾ ഉള്ളത്. അതിൽ റിമാർക്സ് ആയിട്ട് വന്നിട്ടുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന്റെ റിമാർക്സ് ഇവിടെ കാണാവുന്നതാണ്. ഇനി LBSന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ലാത്ത നിങ്ങൾ കണ്ടെത്തിയ ഡിഫക്റ്റുകൾ വല്ലതുമുണ്ടെങ്കിൽ റിമാർക്സ് ഇഫ് എനി എന്ന ഈ ഒരു ലൈനിൽ അത് ടൈപ്പ് ചെയ്ത് നൽകി സേവ് റിമാർക്സ് എന്ന ഐക്കൺ പ്രസ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഇവിടെ റിമാർക്സ് ആയിട്ട് വന്നിട്ടുള്ള NCL സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ടുള്ളത് അപ്ലോഡ് ചെയ്ത് നൽകാൻ വേണ്ടി അപ്ലോഡ് ഡോക്യുമെന്റ് എന്ന ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യാം. പിന്നീട് നിങ്ങൾ എത്തുന്ന പേജിൽ ഡോക്യുമെന്റ് ടൈപ്പ് എന്നതിൽ നിന്ന് NCL സർട്ടിഫിക്കറ്റ് എന്നതാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. ഇവിടെ എല്ലാ വിദ്യാർത്ഥികൾക്കും മാർക്ക് ലിസ്റ്റിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് നൽകാനുള്ള സൗകര്യമുണ്ട്. നിലവിൽ റിവാലുവേഷൻ നടത്തിയ വിദ്യാർത്ഥികൾക്ക് അവരുടെ പുതിയ സ്കോർ അപ്ലോഡായിട്ട് വെബ്സൈറ്റിൽ വന്നിട്ടില്ല. സ്കൂളിൽ നിന്ന് റിവാലുവേഷൻ സ്കോർ അടങ്ങിയ മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ 12-നകം ലഭിക്കുകയാണ് എങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് നൽകാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇവിടുത്തെ ആവശ്യത്തിന് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്സ് എന്നതാണ് സെലക്ട് ചെയ്ത് നൽകുന്നത്. ഇനി ഇവിടെ ചൂസ് ഫയൽ എന്നൊരു ഐക്കൺ കാണാം. അതുവഴി നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്ന് കൃത്യമായിട്ടുള്ള NCL സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. എന്നിട്ട് വലതുവശത്ത് കാണുന്ന അപ്ലോഡ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. PDF ഫയലാണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റിന്റെ പ്രിവ്യൂ കാണാനുള്ള ലിങ്ക് താഴെ കാണുന്നതാണ്. പ്രിവ്യൂ നോക്കി അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ് ശരിയാണോ അത് തന്നെയാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. മാറിപ്പോവുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമതും പഴയതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എല്ലാം ഓക്കെ ആണെങ്കിൽ പ്രൊസീഡ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പഴയ പേജിലേക്ക് തന്നെ നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു റിമാർക്സ് ഇഫ് എനി എന്നതിൽ മറ്റെന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ട് എങ്കിൽ മാത്രം ടൈപ്പ് ചെയ്ത് നൽകിയാൽ മതി. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാനുള്ളത്. റിമാർക്സ് ഒന്നും ഇല്ലാത്ത വിദ്യാർത്ഥികളും മറ്റു ഡിഫക്റ്റുകൾ ഒന്നും ഇല്ലാത്ത വിദ്യാർത്ഥികളും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഹോം എന്ന ഐക്കണിൽ പ്രസ് ചെയ്താൽ പഴയ ആദ്യത്തെ പേജിലേക്ക് തന്നെ നിങ്ങൾ പോകുന്നതാണ്. പക്ഷേ ഇവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നതിൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്താൽ പഴയ റിമാർക്സ് അതുപോലെ തന്നെ കാണുന്നതാണ്. അത് പിന്നീടാണ് LBS മാറ്റം വരുത്തുക. 12/7/2023 വരെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഒരു തവണ മാറ്റം വരുത്തി എന്ന് കരുതി പിന്നീട് മാറ്റം വരുത്താൻ സാധിക്കില്ല എന്നുള്ള വിഷയങ്ങളൊന്നും ഇതിലില്ല. ഈ വർഷത്തെ LBS PNC MAC AMC SFN CK SPCMA SPMA CPAS തുടങ്ങിയ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളും അപ്ഡേഷനും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.